നമ്മുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ISLന്റെ 12ാം സീസണിന് മുന്നോടിയായി ടീമിൽ വമ്പൻ മാറ്റങ്ങൾ വരുത്താനാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഉദ്ദേശം. അതിന്റെ ഭാഗമായി കൂടുതൽ താരങ്ങളെ പുറത്താക്കാനും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സുമായി കരാർ അവസാനിച്ച ഇഷാൻ പണ്ഡിതയും അതുപോലെ തന്നെ ക്വാമെ പെപ്പറയും കമൽജിത് സിംഗും ഇപ്പോൾ നിലവിൽ ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. ഏതായാലും ഈ 3 താരങ്ങളും കരാർ അവസാനിച്ചതിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുള്ളത്. എന്തായാലും ഈ 3 താരങ്ങളും ഇനി ISLൽ തുടരുമോ എന്നും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ്. എന്തായാലും പെപ്പറയ്ക്ക് ഇപ്പോഴും ISLൽ നിന്ന് തന്നെ ഓഫർ ഉണ്ട് എന്നുള്ള റൂമറുകളും നിലവിൽ പ്രചരിക്കുന്നുണ്ട്. കൂടാതെ മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായിരുന്ന അമയ റണവാഡയെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 5 വർഷത്തെ കരാറിലാണ് താരത്തെ സ്വന്തമാക്കി എന്നുള്ളൊരു കാര്യം ഒഫീഷ്യൽ അനൗൺസ്മെന്റായി ഇന്നലെ രാത്രി ആരാധകരെ ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചത്. എന്തായാലും താരം 2030 വരെ ബ്ലാസ്റ്റേഴ്സിൽ തുടരും. എന്നാൽ വമ്പൻ മാറ്റത്തിന്റെ ഭാഗമായി നായകനായ ലൂണയെ ഒഴിവാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നൊരു അപ്ഡേറ്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള പദ്ധതികളിൽ ലൂണയ്ക്ക് സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ ലൂണയോട് വേറെ ഓപ്ഷനുകൾ നോക്കിക്കൊള്ളൂ എന്നുള്ളൊരു കാര്യം ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് അദ്ദേഹത്തിനോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ താരത്തെ ഇപ്പോൾ ISLൽ നിന്ന് തന്നെ ഓഫറുണ്ട്. ഗോവയും അതുപോലെ തന്നെ മുംബൈ സിറ്റിയും താരത്തെ സ്വന്തമാക്കാൻ മുൻപന്തിയിലുണ്ട് എന്നുള്ളൊരു കാര്യവും IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം ധാരാളമായ റൂമറുകളൊക്കെ പ്രചരിച്ചിട്ടുമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് വിശ്വസനീയമായ സോഴ്സിൽ നിന്നും ഒരു വാർത്ത വരികയാണ്. എന്തായാലും റെഡ് സ്പോർട്സ് ഗ്ലോബലാണ് ഈ വാർത്ത നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റെഡ് സ്പോർട്സ് ഗ്ലോബലിന്റെ കറസ്പോണ്ടന്റ് ആയ രാഹുൽ ഗിരി ഈ അപ്ഡേറ്റ് നിലവിൽ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ റെഡ് സ്പോർട്സ് ഗ്ലോബൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ലൂണയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും പരസ്പരം വേർപിരിയാനാണ് നിലവിൽ സാധ്യതകൾ കാണുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ റെഡ് സ്പോർട്സ് ഗ്ലോബൽ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം റെഡ് സ്പോർട്സ് ഗ്ലോബൽ പറയുന്ന വാർത്തകളൊക്കെ സത്യമാവാറുണ്ട്. എന്തായാലും അമയ റണവാഡയെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കും എന്നൊക്കെ റെഡ് സ്പോർട്സ് ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് എന്ത് വാർത്ത അവർ നൽകിയാലും അത് നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ലൂണയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും വേർപിരിയാൻ തന്നെയാണ് നിലവിൽ സാധ്യതകൾ കാണുന്നത്. അദ്ദേഹം ISLൽ തന്നെ തുടരുമോ അതോ ISLൽ നിന്ന് അദ്ദേഹം വിട്ടുപോകുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ്. എന്തായാലും ഇപ്പോൾ ലൂണയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും പരസ്പരം വേർപിരിയാൻ സാധ്യതകൾ കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ റെഡ് സ്പോർട്സ് ഗ്ലോബൽ നിലവിൽ ആരാധകരെ അറിയിക്കുന്നത്.